ഹലോ ചങ്ങായിമാരെ, അപ്പോൾ നമ്മളുടെ സദ്യയുടെ അടുത്ത ഐറ്റമാണ് മോരുകറി. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോരുകറിയാണിത്. ഇതിന് മോര് കാച്ചിയതെന്നും നമ്മൾ പറയും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ചെറിയുള്ളി വേണം, കറിവേപ്പില വേണം, വെളുത്തുള്ളി വേണം, ഇഞ്ചി വേണം, പച്ചമുളക് വേണം. ഇതെല്ലാം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്. പിന്നീട് വേണ്ടത് പൊടികളാണ്. പൊടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മഞ്ഞൾപ്പൊടി മാത്രമേ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് കടുക് വേണം. പിന്നെ വേണ്ടത് വറ്റൽമുളകാണ്. അതും നമ്മളൊരു 2 വറ്റൽമുളക് എടുത്തിട്ട് നെടുവേ കീറിയതാണ് വേണ്ടത്. ഇനി നമുക്ക് തൈരെടുക്കാം. തൈരെടുക്കാൻ വേണ്ടി ഒരു ബൗളിലെടുക്കുക. ബൗളിലേക്ക് നമ്മൾ തൈര് ഇട്ട് കൊടുക്കുക. നമ്മൾ തൈര് കുറച്ച് ലൂസാക്കണം. നമ്മളിവിടെ കട്ടത്തൈരാണെങ്കിൽ അതൊരു വിസ്ക് ഉപയോഗിച്ച് നമുക്കത് വെട്ടി ഒന്ന് ലൂസാക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. അതായത് നമ്മൾ എന്തോരം തൈരെടുക്കുന്നോ അത്രയും തന്നെ വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം ഇതൊന്ന് നല്ലവണ്ണം നമുക്കൊന്ന് വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇത്ര ഉള്ളൂ. നമ്മളിപ്പോൾ നല്ലവണ്ണം നമ്മുടെ തൈര് ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ മോര് കറിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്തേക്ക് ഒരു പാത്രം വയ്ക്കാം. പാത്രം നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് എല്ലാം ശടപടേന്ന് പറഞ്ഞ് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക് അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് വേണ്ടത് കറിവേപ്പിലയാണ്. അതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മളെടുത്ത ആ ഒരു പച്ചമുളക് അതും നമുക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നീട് വേണ്ടത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഇതെല്ലാമാണ്. അതുകൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് നമുക്കിതൊന്ന് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യാം. നമ്മുടെ ഉള്ളിലേക്ക് നല്ലവണ്ണം ഒന്ന് വാടി കിട്ടണം. അതായത് അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മാറുന്ന ആ ഒരു ടൈം വരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ ആ ഉള്ളിയുടെയൊക്കെ ആ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യാം. പിന്നീട് നമുക്ക് ആ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന തൈര്, അതായത് നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന തൈര് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യാം. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിതൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ തൈരിന് ഒരുപാട് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും. അപ്പോൾ അതങ്ങനെ പൊട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. പിന്നീട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യാം. ഇത്ര ഉള്ള നമ്മുടെ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോരുകറിയാണിത്. നിങ്ങളെല്ലാവരും നമ്മുടെ സദ്യയ്ക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് സദ്യയുടെ അടുത്ത ഐറ്റമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.